നമസ്കാരം, ഞാൻ ഡോക്ടർ ആദിത്യ, സീസൺ 2 സീനിയർ ലിവിങ്ങിലെ ആയുർവേദ ഡോക്ടറാണ്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് മലയാളത്തിൻ്റെ ഹാസ്യ സാമ്രാട്ടിൻ്റെ വീട്ടിലാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് എനിക്കറിയാം. അതേ, സാക്ഷാൽ ശ്രീ ജഗദീഷ് ശ്രീകുമാർ സാറിൻ്റെ വീട്ടിലാണ് നമ്മളിന്നുള്ളത്. 75ാം നിറവിൽ സാറിന്ന് നിൽക്കുമ്പോൾ സാറിനൊപ്പം സന്തോഷം പങ്കിടാനും സാറിൻ്റെ കുടുംബത്തോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനുമാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ മുഖവരെയൊന്നും വെക്കാതെ സാറിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ കൂടെ ഇന്നുള്ളത് അമൽ ചേട്ടനും ചേട്ടന്റെ മകളുമായ പാർവതി മാമുമാണ്. മാം ഇന്ന് 75th ബർത്ത്ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സാറിന് നമ്മൾ ട്രിബ്യൂട്ട് ആയിട്ട് ഒരു കലണ്ടർ കൊടുത്തിരുന്നു. സാറിന് ഇഷ്ടപ്പെട്ടോ നമ്മുടെ കലണ്ടറൊക്കെ? ഇഷ്ടപ്പെട്ടു. ഓക്കെ മാം, എനിക്കിതിൽ പേഴ്സണലി പറയാനുള്ള, ഞാനൊരു ഡോക്ടർ ഫ്രെറ്റേണിറ്റിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എനിക്കിതൊരു റയർ ഓപ്പർച്യൂണിറ്റി ആണ് ഇങ്ങനെ ഒരു അവസരം കിട്ടാന്ന് പറയുന്നത്. ഞാനിപ്പോൾ എൻ്റെ കുട്ടിക്കാലം എടുത്ത് നോക്കുവാണെങ്കിൽ ഹ്യൂമർ സെൻസ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ലൈഫിൽ കൊണ്ടുവരുമ്പോൾ അതിനെ ഷേപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് മലയാളം സിനിമയാണ്. അതിൽ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, എനിക്ക് പേഴ്സണലി അല്ലാതെ തന്നെ എല്ലാവർക്കും പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ ആണ് ജഗദീഷ് ചേട്ടൻ. അപ്പോൾ അതില് മാമിന് അറിയാലോ, ഇപ്പോൾ ഇത്രയും ഇയർ കടന്നു വന്നു, ഇനി സിനിമയിലേക്ക് തിരിച്ചു പോവുകയാണ് സാറ്. അപ്പൊ മാമിന് ഈ ഒരു ജേർണിയിൽ മാമിന് എന്താ തോന്നുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹം നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ തിരിച്ച് നല്ല പോലെ പഴയ പ്രസരിപ്പോടെ തന്നെ തിരിച്ചെത്തണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ഒരു വിശ്വാസമുണ്ട് എന്താണെങ്കിലും തിരിച്ച് അടിപൊളിയായിട്ട് തിരിച്ചു വരും എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പുള്ളി അദ്ദേഹത്തിൻ്റെ ഒരു ഇപ്പോൾ ഒരു മോർ ദാൻ 1000 പിക്ചേഴ്സ് ഇൻ ഇൻഡസ്ട്രി, സെയിം ലാംഗ്വേജ്. അത് തന്നെ ഇത്രയും വർഷം കടന്നുപോയി, എന്തോരം ക്യാരക്ടേഴ്സ് ചെയ്തു. എനിക്ക് ഇന്നേ വരെ ഇപ്പോഴത്തെ ഒരു സിനിമയുടെ ഒരു ട്രെൻഡ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്ന് ഒരു കോമഡി റോള്, ഒരേ മാനറിസം, ഒരേ രീതി. നമുക്ക് പലപ്പോഴും ഇപ്പോഴത്തെ ഉള്ള പല കോമഡിയൻസിന് എനിക്കിപ്പം മടുപ്പ് തോന്നുന്നു. ഫീൽ ലൈക്ക് ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോൾ അതേ നേരത്തെ കണ്ട സിനിമയിൽ ചെയ്ത പോലെ തന്നെയുള്ള മാനറിസംസ്. പക്ഷെ എൻ്റെ പപ്പയെ സംബന്ധിച്ച്, ഞാൻ എൻ്റെ പപ്പ എന്നുള്ളത് ഞാൻ അങ്ങനെ പറയുന്നില്ല, എന്നാലും പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഏത് ക്യാരക്ടറിനും അതിനനുസരിച്ച് ഡിഫറൻസിയേഷൻ കൊടുത്ത് അതിൻ്റെ ഒരു ഇംപ്രവൈസേഷൻ ഒക്കെ കൊടുത്ത് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കലാകാരനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ജന്മസിദ്ധമാണ്. അതൊരു വരദാനം എന്നൊക്കെ പറയുന്ന പോലെ അതെൻ്റെ പപ്പയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു മടുപ്പ് തോന്നാത്ത ഒരു ഇതില്. സാറിന് ഇന്റർവ്യൂസ് തന്നെ നമ്മൾ കാണുമ്പോൾ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, സാറിന്റെ ജീവിതത്തിലെ എലമെന്റ്സ് സാറ് ഇതിലോട്ട് സാറിന് ഒരു റോള് കിട്ടുമ്പോൾ ഒരു ക്യാരക്ടറിലേക്ക് ഇൻഫ്യൂസ് ചെയ്ത് അതിനെ പഠിച്ചിട്ടാണ് സാറ് മാനറിസംസ് കൊണ്ടുവരുന്നതെന്ന് നമ്മുടെ സിനിമയിൽ കേൾക്കാം. തീർച്ചയായിട്ടും ഓരോ കഥാപാത്രങ്ങള്, അതായത് ഇപ്പൊ മീശമാധവനിലുള്ള ഭഗീരഥൻ പിള്ള, അങ്ങനെ തന്നെ ക്യാരക്ടറുള്ള ഒരു കുഞ്ഞു കട നടത്തുന്ന ഒരു ആളുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ജഗതിയാണ്. ആ ഏരിയയിൽ ഒരു കട നടത്തുന്ന ഒരു ആളുണ്ട്. അദ്ദേഹത്തിന്റെ ചില മാനറിസംസും രീതികളും എല്ലാം ആ സിനിമയിൽ പകർത്തിയിട്ടുണ്ടെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ യൂസ് ടു ഒബ്സർവ് അലോട്ട്. ഒത്തിരി കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ആളാണ്, ഒത്തിരി കാര്യങ്ങൾ വായിക്കുന്ന ആളാണ്. ഐ തിങ്ക് ഏറ്റവും കൂടുതലും പ്രിയപ്പെട്ട സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഫിലോസഫിയാണ് അദ്ദേഹം കൂടുതൽ വായിക്കുന്നത്. അതൊന്നും എനിക്ക് തോന്നുന്നത്, എനിക്ക് ദഹിക്കില്ല. അത് വായിക്കാറുണ്ട് ഒത്തിരി കാര്യങ്ങൾ. എന്ന് വെച്ചാൽ ഒരു എൻസൈക്ലോപീഡിയ ആണ്. എന്തിനെ പറ്റി ചോദിച്ചാലും, എന്ത് സംശയത്തെ പറ്റി ചോദിച്ചാലും അദ്ദേഹത്തിന് ഒരു ആൻസർ ഉണ്ട്, അറിവുണ്ട്. അതുപോലെ ഇതില് ഇപ്പൊ ഡയലോഗ്സ് ഉണ്ടല്ലോ, നമ്മളിപ്പോ കലണ്ടർ ആക്കിക്കുന്നതിനെ ഇങ്ങനെ നമുക്ക് എന്താ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്തോണ്ട്. ഇപ്പൊ ഞാൻ സപ്ലി എക്സാമിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ എക്സാമിന് പോയിരിക്കുമ്പം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പം ഒട്ടുമിക്ക വാട്സാപ്പിൽ കൂടെ ഒക്കെ ആണെങ്കിലും ഈവൻ ഞാൻ പോലും എന്റെ പപ്പയുടെ ഇമോജീസ് ഞാൻ ഇടാറുണ്ട് പലപ്പോഴും. ഞാൻ അപ്പം ചിലർ അതിൽ ഫ്രണ്ട്സിലുള്ളവർ പറയും സ്വന്തം അച്ഛന്റെ ഇമോജി ഇട്ട് അപ്പോഴാണ് ഞാൻ പപ്പയുടെ അങ്ങനെ. കാരണം നമുക്കതൊരു ചില ഒരു പുച്ഛ എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടല്ലോ ഈ ഇമോജിയിൽ സ്ഥിരമായിട്ട് നമ്മൾ ഇടുന്ന കുറെ
ഇതുണ്ട് എന്ന് വെച്ചാൽ ഡെയിലി ഡേ ടു ഡേ ലൈഫ് നമ്മുടെയും ഒരു ഇതാണ്. ത്രൂ ഫോണിലെ കൂടെ ആണെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു ഇമോജീസ് എല്ലാ ദിവസവും ഒരു ഇമോജി കൈമാറുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ കൂടെ പോലും എനിക്ക് തോന്നുന്നു ജഗദീഷ് ശ്രീകുമാർ എന്ന വ്യക്തിയുടെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മാമിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡയലോഗ് ഏതാ? അയ്യോ, അങ്ങനെ ചോദിച്ചപ്പോ നിങ്ങളുടെ കലണ്ടറിലുള്ള ഒട്ടുമിക്ക കുറെ ഔട്ട് കംപ്ലീറ്റ്ലി. ഈവൻ പോലും ഞാൻ പോലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ചില ഡയലോഗ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അനിയ അനിൽ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ജിയോടൊക്കെ പറഞ്ഞ അനിയ എന്ത് അനിയ, ഈ പപ്പയുടെ ലാംഗ്വേജ് ആണ് അനിയ എന്ന് വിളിക്കുന്നില്ല. എനിക്കൊന്ന് ഒട്ടുമിക്ക എനിക്ക് ട്രിവാൻഡ്രം സൈഡിലുള്ള ഒരു യൂസ് ചെയ്യുന്ന ഒരു ഭാഷയാണ് അനിയ, നില്ല് എന്നൊക്കെ പറയുന്നത്, എന്തിനനിയ, അങ്ങനത്തെ കുറെ വാക്കുകളൊക്കെ പപ്പ ഡേ ടു ഡേ ഉപയോഗിക്കുന്നത്. യൂസ് ചെയ്യാറുണ്ടോ? നിങ്ങളോട് യൂസ് ചെയ്യാറുണ്ടോ? ഞങ്ങളോട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. സിനിമ മാത്രമേ ഉള്ളൂ കേട്ടോ, സിനിമയിൽ ഫ്രെയിമിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ തമാശയും കളിയൊക്കെ, അല്ലാത്തപ്പോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ആളാണ്. പക്ഷെ എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫാദർ എന്നൊന്നും പറയുന്നത് എന്തുവരെ നമുക്കുള്ള എല്ലാ എന്താ ഫ്രീഡവും തരും, നമുക്ക് എന്ത് വേണം ഡിസിഷൻ എടുക്കാനുള്ള എല്ലാ ഫ്രീഡവും തരും. അങ്ങനെ പപ്പയ്ക്ക് ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം അങ്ങനെയൊന്നുമില്ല, എല്ലാം നമുക്ക് നമ്മുടേതായ ഒരു ഫ്രീഡം തരുന്നുണ്ട്. എന്നാൽ കാര്യങ്ങളിലൊക്കെ അഡ്വൈസ് തരേണ്ട അടുത്ത് അഡ്വൈസ് തരുന്നുണ്ട്, നല്ല ഫ്രീഡം തരുന്ന. അതിപ്പം ആണെന്നോ പെണ്ണെന്നോ അങ്ങനെയൊന്നുമില്ല, തുല്യ രീതിയിൽ. മാമിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സഹനടൻ ആരാണ് സാറിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ? ഇപ്പൊ എനിക്ക് സാറും മോഹൻലാൽ സാറും കൂടെ അഭിനയിക്കുന്ന ഡെഫിനറ്റ്ലി അതാണ് ഫസ്റ്റ് വരുന്ന പേര്. ലാലേട്ടൻ, ദിലീപേട്ടൻ, അതുപോലെ തന്നെ ഒത്തിരി എനിക്കൊന്ന് ഒട്ടുമിക്ക പപ്പയുടെ കൂടെയുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഇപ്പം ഇല്ല. അങ്ങനെ ഒത്തിരി പേരുടെ കൂടെയുള്ള കോമ്പിനേഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആൻഡ് ഹി വാസ് സോ കംഫർട്ടബിൾ വിത്ത് ലാലേട്ടൻ. എന്നുവെച്ചാൽ പപ്പ കൊടുക്കുന്ന ആ ഒരു റിയാക്ഷന് ഒരു ബദൽ റിയാക്ഷൻ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ലാലേട്ടന് ഇതിന്ന് കിട്ടും. ലാലേട്ടനും അതുപോലെ അവർ തമ്മിലൊരു കോമ്പോ ഭയങ്കര രസമാണ്. അതായത് കിലുക്കം യോധയൊക്കെ നമുക്ക് ഇത്ര ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം. മാം, ഫസ്റ്റ് ടൈം നമ്മളിവിടെ വരുമ്പോഴ് സാറിനെ കാണുമ്പോൾ ആസ് എ ഡോക്ടർ ആൻഡ് വർക്ക് ചെയ്യുന്ന ഒരു സീനിയർ ലിവിങ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഹൗ ഹാർഡ് ആണ് ഒരു അതെ ഫുൾ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത്. അതിന്റെ പിന്നിലുള്ള ഒരു ടൈം ആൻഡ് എഫേർട്ട് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. അപ്പോ നമുക്കും കണ്ടപ്പോ തന്നെ മനസ്സിലായി അതെ പ്ലസന്റ് ആണ്, ബ്യൂട്ടിഫുള്ളി ഹീസ് കെപ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ മാം ആ ഒരു ജേർണി മാമിന് എന്താണ്? അതിന് പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കില്ല. അത് പപ്പേനെ നോക്കുന്ന നമ്മളുടെ പണ്ടുതൊട്ടേ വർഷങ്ങളായിട്ട് നിൽക്കുന്ന പപ്പയുടെ കൂടെ എല്ലാ കാര്യങ്ങളും നിൽക്കുന്ന അജി, പിന്നെ അമ്മ, പിന്നെ ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും അതിന്റെ ഒരു ഭാഗമാണ്. പപ്പയ്ക്ക് ഒരു സന്തോഷത്തോട് ഉള്ള ഒരു സറൗണ്ടിങ്സ് ഉണ്ടാക്കുക, വളരെ ഹൈജീനിക് ആയിട്ട് ഹെൽത്തി ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യും. ഈവൻ ഫുഡ് പോലും നമ്മൾ എല്ലാം അങ്ങനെ വലിച്ചു വാരി അങ്ങനെ കൊടുക്കുകയൊന്നുമില്ല. എവറിത്തിങ് എല്ലാ ദിവസവും രാവിലെ ഇത്ര സമയത്ത് കുളിപ്പിക്കും, ഇത്ര സമയത്ത് ഓയിൽ മസാജ്, എല്ലാം കറക്റ്റ് 8:30 ബ്രേക്ക്ഫാസ്റ്റ്, കൃത്യം ഒരു 11 o'clock ആകുമ്പോൾ പുള്ളിനെ കിടത്തുന്ന ഒരു സമയം ഫിസിയോതെറപ്പി, എല്ലാ കാര്യങ്ങളും വളരെ പക്കയായിട്ടാണ് നോക്കുന്നത്. എനിക്കൊന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ചെറുപ്പത്തിലേക്ക് നമ്മുടെ പാരന്റ്സ് എന്തെല്ലാം കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമ്മളെ നോക്കുന്നത്. അപ്പം ഇനിയുള്ള നമ്മുടെ ഒരു ഏജ് എന്ന് പറയുന്നത് ഇവരെ നോക്കുക സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയിൽ പെടുന്ന കാര്യമാണ്. അത് നമ്മുടെ ഒരു ചുമതല എന്നുള്ളതല്ല, ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദാറ്റ്. അപ്പം നമ്മളും ആ രീതിയിൽ തന്നെയാണ് അപ്പം എന്നെ ചെയ്യുന്നത്. എനിക്കൊന്ന് ഇപ്പം ഏകദേശം ഒരു ഫിസിയോതെറപ്പിയുടെ ഒക്കെ ഒരു സമയമുണ്ട്. അപ്പം ആ ഒരു സമയം മെഡിസിനും ഒക്കെ ഉണ്ട്. ഈ സമയം ഒരു 11 ബിഫോർ ഒരു ഉറങ്ങുന്നതിന് മുന്നേ ഒരു 45 minutes ഒരു 1 hour സ്ലീപ്പ് പതിവാണ്. ഒരു ചെറിയൊരു ഉറക്കത്തിന്റെ ഒക്കെ ഒരു ഇതുണ്ട്. കിടക്കാം. അത് ഇവരോട് എല്ലാവരും ഹായ് പറഞ്ഞു. ഇപ്പൊ ഇന്ന് 75th ബർത്ത്ഡേ ആഘോഷിക്കല്ലേ. അപ്പൊ ഓൾറെഡി സാറിന് മാം പറഞ്ഞു ഒരു ദിവസം ഫുള്ളി പ്ലാൻഡ് ആണ്. അപ്പൊ ഇന്നത്തെ പ്ലാൻസ് ഒക്കെ എന്താണ്? ഇന്നത്തെ പ്ലാൻസ് എപ്പോഴുള്ള പ്ലാൻസ് പോലെ അത്ര ഒരു പ്ലാൻസ് വെച്ചിട്ടേ ഇല്ല. ഒന്നാമത്തെ ആരോഗ്യം നമ്മള് ഇപ്പം 75, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പോലും ആലോചിക്കുമ്പോൾ ഇപ്പോഴും പപ്പേനെ 75 ആണെന്ന് എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് ഇപ്പോഴും ആ ചെറുപ്പം പോലെ സുന്ദരനായിട്ടിരിക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ആണ് എപ്പോഴേ.
അതാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആരോഗ്യം എല്ലാം നോക്കുന്നതുകൊണ്ട് എല്ലാവരെയും ഒന്ന് മീറ്റ് ചെയ്യിപ്പിക്കാനൊന്നുമില്ല. അങ്ങനെ ഈ പപ്പയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊന്നും അങ്ങനെ വന്ന് കണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാറില്ല. അവരെല്ലാരും വിളിക്കും, വിശേഷം എല്ലാരും നമ്മളെ ഫോണിൽ കൂടെ എപ്പോഴാണെങ്കിലും നമുക്ക് റീച്ച് ചെയ്യാം, എല്ലാരും വിശ്വസ് അറിയിക്കുന്നു. ഇതിപ്പം ഇന്ന് ഉച്ചയ്ക്ക് അമ്മ എപ്പോഴും ആസ് യൂഷ്വൽ ഒരു കുഞ്ഞു സദ്യ പപ്പ ഉണ്ടെങ്കിൽ ഒരു അമ്മയുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു ചെറിയ സദ്യ ഒക്കെ കൂട്ടി, ചെറിയ പായസം കൂട്ടി ഒരു ഊണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതു. അങ്ങനെ അമ്പലമൊന്നുമില്ല, ഒത്തിരി പേരല്ലാത്തവരും എല്ലാവരും എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് ഇന്ന് രാവിലെ വിളിച്ചിട്ട് അവരെല്ലാം തന്നെ പള്ളിയിലും അവിടെയൊക്കെ പോകും, പപ്പയുടെ പേരിലൊക്കെ ഓരോന്ന് ചെയ്ത്. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ആണെങ്കിലും ഇപ്പം ഈ സമയത്താണെങ്കിലും ഫിസിയോതെറപ്പി, പകല് ഫിസിയോതെറപ്പി കാര്യങ്ങൾ എല്ലാം ഉണ്ട്, സ്പീച്ച് തെറപ്പി എല്ലാം ഉണ്ട്. മാം, നമ്മളിപ്പോ CBI 5 അതിലെ വിക്രം എന്നുള്ള ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ കണ്ടായിരുന്നു സാറിന്. അതിനുശേഷം ഇപ്പോ പുതിയൊരു മൂവിയുടെ ട്രെയിലർ നമ്മൾ കണ്ടായിരുന്നു, ഹാഷ് ബൂഷ് ആയിട്ട് സാറ് വരുന്നുണ്ട്, കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് തന്നെ വരുന്നുണ്ട്, അങ്കിൾ ലൂണ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്താണ്? ഇത് അതിനുശേഷം ഇപ്പൊ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് വല എന്ന് പറഞ്ഞിട്ട്. അത് ഒരു AI മൂവിയാണ്. ശരിക്കും പപ്പേനെ ഇരുത്തിക്കൊണ്ട് തന്നെ ഭയങ്കര ലുക്കാ, ഭയങ്കര അതിനെ പറ്റി ഞാൻ ഇറങ്ങാൻ പോകുന്ന മൂവിയാണ്. നോട്ട് സെയിങ് മച്ച് അബൌട്ട് ഇറ്റ്, പക്ഷെ നല്ലൊരു ഇതാണ്, നല്ലൊരു സംഭവമാണ്. എനിക്കത് ഒട്ടുമിക്ക ഇപ്പോഴത്തെ യൂത്ത് ആയിട്ടുള്ള ഒത്തിരി പേര്, സുരേഷ് ഗോപി അങ്കിളുടെ മോന് ഗോകുല്, അവരൊക്കെ ഇതിനകത്തൊരു ഭാഗമാണ്. അജു, അങ്ങനെ ഒത്തിരി പേര്. അജു ആണ് ഈ പ്രോഗ്രാമിൻ ഈ ഒരു മൂവിയുടെ കാര്യത്തിന് വിളിക്കുന്നത്, സംസാരിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. നല്ലൊരു മൂവിയാണ്. ലൈക്ക് ഇപ്പോഴത്തെ ടെക്നിക്സും കാര്യങ്ങളും മൊത്തം ഒരു AI സൗണ്ടും എവറിത്തിങ് മൂവ്മെന്റ്സ് കാണുമ്പോൾ ഞങ്ങൾ വി ആർ ഓൾസോ എക്സൈറ്റഡ്. കാരണം ഇങ്ങനെ ഒരു ആക്സിഡന്റിന് ശേഷമേ നമുക്ക് ഇങ്ങനെ ഇരുന്ന് പുള്ളി എണീച്ച് പുള്ളിയുടെ ആക്ഷൻസും ഒക്കെ കാണാനും ഒക്കെ ഞങ്ങളും കുറച്ച് എക്സൈറ്റഡ് ആണ്. പിന്നെ അതിന്റെ ഒരു ഭാഗം ഇച്ചിരി കഴിഞ്ഞു, ഇനിയിപ്പോ ഒരു നെക്സ്റ്റ് മന്തോളം അതിന്റെ ഒരു ഷൂട്ട് എറണാകുളത്ത് വെച്ചാണ് ഉണ്ട് അതിന്റെ. അതാണ്. വേറെ എന്തെങ്കിലും പ്രോജക്ട് കമ്മിറ്റി ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരു എല്ലാം വരുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ പപ്പായുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇത്, പിന്നെ എന്താണ് പറയുന്നത്, പപ്പയ്ക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, നമ്മൾ പറയുന്നത് മനസ്സിലാവും, ചില വാക്കുകളൊക്കെ പറയുന്നതിൽ ഒരു പരിധിക്കപ്പുറം നമ്മൾ മടുപ്പിക്കാനും പാടില്ലല്ലോ. പിന്നെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി പണ്ടത്തെ പോലെ ചാടി ഓടി പറഞ്ഞ ഊണും ഉറക്കവും ഇല്ലാത്ത പോയതുപോലെ ഇപ്പൊ പറ്റില്ല. മെഡിസിൻസ് ആരോഗ്യമൊക്കെ നോക്കിയിട്ട് ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പപ്പയുടെ ഒരു കംഫർട്ടബിൾ ആയിട്ട് പപ്പയ്ക്ക് ഇഷ്ടമാണ് ഈ ക്യാമറയുടെ മുന്നിലും ഇത്. കാരണം എനിക്കൊന്ന് വർഷങ്ങളായിട്ട് ഇതിന്റെ മുന്നിലാണെല്ലാം. പപ്പയുടെ ആഗ്രഹം തന്നെ ക്യാമറയുടെ മുന്നിൽ ആയിരിക്കണം എല്ലാം എന്നുള്ള രീതിയിൽ. അപ്പൊ പപ്പയ്ക്ക് ഇഷ്ടമാണത്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കമ്മിറ്റ് ചെയ്യുന്ന മൂവീസ്. മാം, അതുപോലെ തന്നെ നമ്മുടെ ഒരു സീനിയർ ലിവിംഗ് ഫെസിലിറ്റി ആണ് പറഞ്ഞല്ലോ, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെന്റലി ആൻഡ് ഫിസിക്കലി ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. മാമിന് ഈ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ട് എന്താണ് മാമിന്റെ തോട്ട്സ്? ഫസ്റ്റ് ഓഫ് ഓൾ നല്ല കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നു, ഞാനത് ഇവിടെ എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് ഇതിന്റെ ഫെസിലിറ്റി കാര്യങ്ങളും ഒക്കെ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്കിംഗ് ആയിട്ടുള്ള പാരന്റ്സിനെ നോക്കാനായിട്ടുള്ള ഒരു സ്ഥലം അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ആർ ലൈക്ക് ബേബീസ് അല്ലേ, അതാണ് മെയിൻ ആയിട്ട്. അപ്പം അവരെ ഒരു കൊച്ചുകുട്ടിയെ പോലെ പരിപാലിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷനിൽ മോസ്റ്റ് ഓഫ് ദി പാരന്റ്സും ആൾക്കാർക്ക് അത് അവർ എഫേർട്ട് എടുക്കാറില്ല. അവരെല്ലാവരും അവരുടേതായ കാര്യത്തിൽ തിരക്കാണ്. അങ്ങനെയുള്ള വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള സംവിധാനം സീനിയർ ലിവിംഗ് ഫെസിലിറ്റീസ് അബ്സല്യൂട്ട്ലി നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇപ്പൊ ഒരു ഫാസ്റ്റ് മൂവിങ് ലൈഫില് ഇതൊക്കെ വേണം അത്യാവശ്യം. ഇനിയിപ്പോ നമ്മുടെയൊക്കെ കാര്യം എന്താണെന്ന്, എന്റെ ആദ്യത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, നമ്മളെയൊക്കെ നമ്മുടെ മക്കൾ നോക്കൂന്ന് തന്നെ അറിയില്ല. അപ്പൊ അതുകൊണ്ട് വി ആർ പ്ലാൻ. നമ്മള് നമുക്ക് മുന്നേയുള്ള ജനറേഷൻ അവർ ഇങ്ങനെ വിചാരിച്ചു കാണില്ല. പക്ഷെ നമ്മൾ ഇനി അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മള് വയസ്സാവുമ്പോൾ നമ്മളെ മക്കളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അവരൊരു പ്രായം അല്ലേ, അവരവരുടെ റിട്ടയർമെന്റ് പ്ലാൻസ് ഒക്കെ, അതെ റിട്ടയർമെന്റ് പ്ലാൻസ്, നമുക്ക് നമ്മുടേതായ സേവിങ്സ് ഉണ്ടാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ നോക്കാൻ ആരും കാണത്തില്ല. നമുക്ക് ഒരു അടിച്ചുപൊളി ഒരു മൂവിക്കൊക്കെ കാണണമെങ്കിൽ ഒരു മരുന്നൊക്കെ മേടിക്കണം, മക്കളുടെ മുന്നേ കൈ നീട്ടേണ്ട കാര്യമില്ല. സെൽഫ് ഡിപ്പെൻഡന്റ് ആവുക. ഇങ്ങനെയുള്ള സംവിധാനത്തിലൊക്കെ നമ്മൾ സേവിങ്സ് ഇടാനുള്ള നമുക്ക് നമ്മുടെ
സെൽഫ് ലവ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് നൗ ഡേയ്സ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. കാരണം നമ്മുടെ മക്കളൊന്നും നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിടിച്ചു നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് അവരുടേതായ ഫ്രീഡം വേണ്ടേ, നമുക്ക് നമ്മുടേതായ ഫ്രീഡം. ഒരു പരിധിക്ക് അവരുടെ മക്കളുടെ അടുത്തൊന്നും പോയി എന്റെയൊക്കെ മൂഷാട്ട സ്വഭാവം ചിന്തിക്കാൻ പറ്റത്തില്ല. മക്കളുടെയൊക്കെ അടുത്ത് പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ സെപ്പറേറ്റ്. ഇതൊരു നല്ല സംവിധാനമാണ്. ഇത് ഇനിയും നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ബ്രാഞ്ചസ് തുടങ്ങാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ എന്താ പറഞ്ഞ ഇപ്പോഴത്തെ ജനറേഷനായ പിള്ളേരൊക്കെ ചിന്തിക്കണം അല്ലേ, അവര് കുറച്ചൊക്കെ സമയം ഉള്ള കാലം പാരൻസിൻ്റെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ മനസ്സിലാക്കിയെടുത്ത ഉള്ള കാര്യം എന്നെ സംബന്ധിച്ച് ഇപ്പൊ ശരിയാണ്, പപ്പ ഇങ്ങനെ ആക്സിഡന്റ് ആയിട്ട് ഇരിക്കുവാണെങ്കിലും എന്നെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ലൊരു ഇതാണ്. കാരണം വെച്ചാൽ പപ്പയും അമ്മയും നോക്കി ഇരിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അവരൊക്കെ എത്ര കാലം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം സ്പെൻഡ് ടൈം, ലിറ്റിൽ ബിറ്റ് ടൈം ഫോർ ദം. ഒരു ദിവസം ഒരു ഫോൺ, ഏത് രാജ്യത്ത് നിന്നാലും ഒരു ഫോണിൽ അച്ഛാ സുഖാണോ, അമ്മ സുഖാണോ, ഒക്കെയാണോ എന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കണം. അതിനെങ്കിലും അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മുടെ ഫെസിലിറ്റിയിൽ 150 ഓളം റെസിഡൻസ് ഇപ്പൊ ഉണ്ട്. അപ്പൊ അവരൊക്കെ സാറിന്റെ അടുത്ത് ബർത്ത്ഡേ ആശംസകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം സാറിന് അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. എനിക്ക് സന്തോഷം, ഒത്തിരി സന്തോഷം. കാരണം അങ്ങനെ ഉള്ള ആൾക്കാരുടെ സ്ഥലം വിസിറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും ഷുവറായിട്ടും വരാം, കാണാം. പയ്യൻ കൊണ്ട് വരാം, അമ്മയും കൊണ്ട് വരാം. നല്ലൊരു എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ കരിയർ എല്ലാ കാര്യത്തിലും. താങ്ക് യു. ഇന്നത്തെ ഈ 75th ബർത്ത്ഡേക്ക് തന്നെ നമുക്ക് ഇവിടെ വരാൻ സാധിച്ചതും അതുപോലെ മാമിന്റെയും സാറിന്റെയും കൂടെ ഫുൾ ഫാമിലിയോടുകൂടെ നമുക്ക് ഇത്രയും നേരം നമുക്ക് ടൈം തന്നതിന് നമ്മൾ വളരെയധികം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും സാറിന് വിഷസ് അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഇങ്ങനെയാണെങ്കിൽ നല്ലപോലെ ഇരുന്നത്. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കണ്ടപ്പോ തന്നെ ഡോക്ടർ മനസ്സിലാക്കി എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളത്. ഇനിയും സാറിന് മൂവീസിലോട്ട് വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് താങ്ക് യു ആദിത്യ. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്.